അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ വരച്ച് കുളം തോണ്ടിയ ഒരു പെയിൻറ്റിങ് കണ്ടാലോ? എപ്പോഴും കറക്റ്റായാൽ മാത്രം പോരല്ലോ, ഇടയ്ക്കിങ്ങനെ കുളമായതും വേണ്ടേ. സോ ഇതിവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. എല്ലാ ആർട്ടിസ്റ്റും എപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലോ ട്രസ്റ്റ് ദി പ്രോസസ്സ്. ബട്ട് ഓവറായിട്ടുള്ള ട്രസ്റ്റ് ഇടയ്ക്ക് ഇമാതിരിയത്തെ പണി തരുമെന്ന് എനിക്ക് ഇന്നാണ് കേട്ടോ മനസ്സിലായത്. വേറൊന്നുമല്ല, ചെറുതായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ചെയ്യാമെന്ന് വെച്ചത്. തുടക്കം മുതൽ ഒടുക്കം വരെ പണി കിട്ടുകയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് കേട്ടോ എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ പറ്റിയത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ ഒരു ഫ്ലോപ്പായിരുന്നു. പ്യുവർ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് പോലെയായിരുന്നു കേട്ടോ ആദ്യം ഉദ്ദേശിച്ചത്. നോക്കുമ്പോൾ ദേ കിടക്കുന്നു ഗിൽട്ടുള്ള ബ്ലാക്ക് കളർ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡ് എടുത്തങ്ങടിച്ചു. ആദ്യത്തെ മിസ്റ്റേക്ക്. പിന്നെ നോക്കുമ്പോൾ ദേ കിടക്കുന്നു മേക്കപ്പ് ബ്രഷ്. നേരെ അതെടുത്ത് ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ തുടങ്ങി. നെക്സ്റ്റ് മിസ്റ്റേക്ക്, ബ്രഷിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരുന്നു. സോ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറിപ്പോയി. പിന്നെ എന്തൊക്കെയോ ചെയ്തൊരു വഴിക്ക് എത്തിച്ചപ്പോൾ അടുത്ത പണി, ആദ്യം അടിച്ച പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പേ ബ്രഷ് എടുത്ത് അതിൻ്റെ മുകളിൽ കൂടി വരച്ചു. അത് മൊത്തത്തിൽ സ്പ്രെഡുമായി. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ദേ ഈ തീരുന്നത് വരെ ഫ്ലോപ്പിൻ്റെ ഒരു സങ്കേതം തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ഇതിനു വേണ്ടി കുറേ ടൈം കളഞ്ഞതല്ലേ, ഇതിവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ് ചെയ്യേണ്ടതെന്നല്ലേ കണ്ടിട്ടുള്ളൂ. ഇതേ കിടക്കുന്നു എങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യരുതെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. എന്താല്ലേ? സോ ഇന്നിനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് കാണാം.